കഴിഞ്ഞ വർഷത്തെ ബാഗിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ വർഷം വീണ്ടും ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷവും അടുത്ത വർഷവും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബാഗ്, നല്ല ബാഗ് നോക്കി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഈ ഒരു ബാഗ് തന്നെ വേണമെന്ന് ഫസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുത്ത ബാഗ് അങ്ങനെ പിടിച്ചങ്ങ് നിന്ന് പോയി കേട്ടോ. അപ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് തന്നെ അങ്ങ് വാങ്ങിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു യൂണിക്കോണിൻ്റെ ബാഗാണ് കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമാവാതെയാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായത്. ബാഗ് ഓക്കെ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ഒരു ബോട്ടിൽ. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബോട്ടിലിന് ഒരു ചെറുതായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാവശ്യത്തേക്ക് ഒരു പുതിയ ബോട്ടിൽ മേടിച്ചു. അല്ലച്ചനെ കഴിഞ്ഞ വർഷത്തെ ബോട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ആൾക്ക് അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ് എൻ്റെ ലഞ്ച് കിറ്റ്. അപ്പോൾ ലഞ്ച് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കുള്ളതാണ് കേട്ടോ ഇത്തവണ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഇവമോളേനെ പ്രീ KGയിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവമോൾക്കുള്ളതും ബാഗും ലഞ്ച് ബാഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ശിവന്യയുടെ മാത്രമാണ് കേട്ടോ നാളെ ജൂൺ 1 സ്കൂൾ ഓപ്പണിംഗ് ഡേ ആയിട്ടുള്ളത്. അപ്പോൾ ഇവമോളുടെ ആയിട്ടില്ല കേട്ടോ, 8 കേട്ടോ, ജൂൺ 8 സ്കൂൾ ഓപ്പണിംഗ് ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവമോളുടെ ബാഗും ലഞ്ച് ബാഗും ഒന്നും നമ്മളിപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ശിവ പറഞ്ഞത് ശിവയുടെ മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് മാത്രമായിട്ട് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ ലഞ്ച് കിറ്റിന്റെ ഇൻസൈഡിലുള്ള ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഈവനിങ് ബോക്സും ഒക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പഴയ ലഞ്ച് ബോക്സ്. ലാസ്റ്റ് ഇയറിൽ യൂസ് ചെയ്തിരുന്ന ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ആണ് കേട്ടോ നമ്മൾ ഇത്തവണ അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടിഫിൻ ബോക്സ് മാത്രം പുതിയതായിട്ട് വാങ്ങിച്ചു. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈവനിങ് സ്നാക്സിൻ്റെ കാണിക്കാൻ പോകുന്നത്. ഇതും എൻ്റെ കഴിഞ്ഞ വർഷത്തെയാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് എൻ്റെ പുതിയതൊരെണ്ണം ടിഫിൻ ബോക്സ് ആയിട്ട് ഞാൻ മേടിച്ചത്. ഇപ്രാവശ്യം ഞാൻ എല്ലാതും സ്റ്റീലിൻ്റെ ആണ് മേടിച്ചത്. എല്ലാ ബോക്സുകളും നമ്മൾ സ്റ്റീലിൻ്റെ ഇതുപോലത്തെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ അടർത്തി എടുത്തിട്ടുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അടർത്തി എടുത്തത് എന്നുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കർച്ചീഫാണ്. ഞാൻ കുറച്ച് കർച്ചീഫ് ഓൾറെഡി മേടിച്ച് വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് കർച്ചീഫ് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റ് ഡേ പോകുമ്പം ഈ ഒരു കർച്ചീഫ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ചധികം തന്നെ കർച്ചീഫുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അതുപോലെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇങ്ങനത്തെ കർച്ചീഫുകൾ ആൾക്ക് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചതിൽ ഒരെണ്ണം നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് ഡേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു പൗച്ച്. ഞാൻ കഴിഞ്ഞ വർഷം ബോക്സും പൗച്ചും മേടിച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മേടിച്ചത് ക്രയോൺസും കളർ പെൻസിലും സ്കെയിലും ബോക്സസും ഒക്കെ സ്കെയിലും പെൻസിൽസും ഒക്കെ ഇടാൻ പറ്റിയതാണ്. ഞാൻ ഒരു പൗച്ച് മേടിച്ചിട്ടുള്ളത്. പൗച്ച് മാത്രമാണ് ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളൂ. ബോക്സ് കഴിഞ്ഞ വർഷത്തെ കേടുപാടുകളൊന്നുമില്ല. അപ്പോൾ ഈ പൗച്ച് ഇനി പകുതി വെച്ച് കേടുവരി എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പൗച്ച് മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ കെട്ടാനുള്ളൊരു ടവൽസ്. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കർച്ചീഫുകളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കർച്ചീഫുകളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഷൂസ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഷൂ വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ LKGയിലും UKGയിലും ഷൂ വാങ്ങിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മളെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ എൻ്റെ കാലിന് കുറച്ച് ടൈറ്റ് ആയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് ഉള്ളതാണ്. ഷൂ കേടുപാടുകളൊന്നുമില്ല, പക്ഷെ കാലിൽ നല്ല രീതിക്ക് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ പുതിയ ഷൂ വാങ്ങിക്കേണ്ടി വന്നു അല്ലേ. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് ഒരു രണ്ട് സെറ്റ് പെൻസിൽസ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പെൻസിൽസ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. സ്കൂളിൽ ഡെയിലി കൊണ്ടുപോകുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പെൻസിൽസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കെയില്, ഇറേസർ, ഷാർപ്നർ ഇതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു പൗച്ചിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പെൻസിലും സ്കെയിലും
ഷാർപ്നറും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ പൗച്ചിലാക്കി വെക്കും ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാത്തിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ ഇവരുടെ 2 പേരുടെയും ഇവന്യ ശിവന്യ ഇങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രീ കെ ജിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവന്യ പ്രീ കെ ജിന്ന് നമ്മൾ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് ഇതിലെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ് എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടീനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഈ ഒരു ബോക്സിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവ മോൾക്ക് പ്രീ കെ ജി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ തിങ്സിലും നമ്മൾ എന്തായാലും പേര് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കണം, എഴുതി വെക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം തന്നെ ശിവന്യയുടെ സെക്കൻഡിലെ ബുക്കുകളാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ബുക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇതുപോലെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു റഫ് നോട്ട് മാത്രം നമുക്ക് നാളെ ഫസ്റ്റ് ഡേ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാഗിൽ നമുക്ക് ഇതെല്ലാം തന്നെ ഇപ്പം തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ അങ്ങ് ബാഗ് എടുത്ത് പോയാൽ മതിയല്ലോ. നാളെ ഹാഫ് ഡേ ആണ് എന്തായാലും സ്കൂളുള്ളൂ അല്ലേ. അതെ. അപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് കേട്ടോ ആള്. എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതി പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ശിവന്യയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടുള്ള ഹായ് ആണ് കേട്ടോ അപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമുക്കിനി ബാഗിലാക്കി വെക്കാം അല്ലേ. വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആക്കി വെക്കാം. അപ്പോൾ ബാഗ് എടുത്തോളൂ. അപ്പൊ ഇനി അതിൽ ആ റഫ് നോട്ട് എടുത്തു വെച്ചോളൂ. ഇനി നമുക്ക് ടീച്ചേഴ്സ് എന്തെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഇതിൽ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തായാലും മെസ്സേജ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും റഫ് നോട്ട് ഒന്ന് എടുത്ത് വെക്കാം. അപ്പൊ അതിന്റെ ഈ ഒരു ടാഗൊക്കെ നമുക്ക് കളയണം കേട്ടോ. കീ ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പം എന്തായാലും ഇനി പിന്നെ നമുക്ക് വാങ്ങിക്കാം. അപ്പം ഇനി നമുക്ക് ടിഫിൻ ബോക്സും ഈ ഒരു വാട്ടർ ബോട്ടിലൊക്കെയാണ് എടുത്ത് വെക്കാനുള്ളത്. അതെന്തായാലും നമുക്കിപ്പോൾ നാളെ എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു പൗച്ചിൽ ഈ സ്കെയില് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചോളൂ. നാളെ ലഞ്ച് ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബാഗിൽ തന്നെ ടിഫിനും വാട്ടർ ബോട്ടിലും വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവാം. നാളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കുറച്ച് ദിവസം സ്കൂളിൽ പോയി തുടങ്ങിയാലാവും ഇനി മടിയൊക്കെ തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇവമോൾക്ക് എന്തായാലും ജൂൺ 8-നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവമോളിൽ ഇതുപോലുള്ള ബാഗ് പാക്കിംഗ് ഒക്കെ നമുക്ക് അപ്പം ഒന്ന് കാണിക്കാം കേട്ടോ. പ്രീ കെ ജിയിലേക്കാണ് കേട്ടോ ഇവന്യ പോകുന്നത്. അപ്പോൾ ഞാൻ സ്കൂൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിലെല്ലാവരെയും മിസ് ചെയ്യും. പിന്നെ സ്കൂൾ ഓപ്പണിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മടി തുടങ്ങിയിരിക്കും. അങ്ങനെയാണ് ഉള്ള അവസ്ഥ. ഇനി നമുക്ക് ആ സ്റ്റിക്കർ വേണമെങ്കിൽ ഈ ബോക്സിൽ ഒട്ടിച്ച് വെക്കാം കേട്ടോ. അതും കൂടെ എടുത്തിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചോളൂ. ശിവന്യ എന്നുള്ള നെയിം ഉള്ളതെല്ലാം എടുത്തിട്ട് ഒട്ടിച്ചോളൂ. സെന്ററിലായിട്ട് ഒട്ടിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ശിവന്യ എന്നുള്ളൊരു സ്റ്റിക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സെന്ററിലായിട്ട് നേരെ ഒട്ടിക്കാൻ കൊടുത്തു. അപ്പൊ ഇതുപോലെ ശിവന്യ എന്ന് പേരെഴുതിയിട്ട് നമ്മൾ ഇതുപോലെ ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്കർ കൂടി. നമുക്ക് 3 സ്റ്റിക്കർ ഓൾറെഡി ആവശ്യമാണ്. എന്തിനാന്ന് വെച്ചാൽ ലഞ്ച് ബോക്സിലൊക്കെ ഒട്ടിക്കണം, എല്ലാത്തിലും ഒട്ടിക്കണോണ്ട് ഞങ്ങൾ കുറെ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലും ഇനി ഈ വാട്ടർ ബോട്ടിലും അങ്ങനെ അതിലും കൂടെ ഒട്ടിച്ചോളൂ. ഇനി വാട്ടർ ബോട്ടിലും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തിലും ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ ബാഗിൽ വേണമെങ്കിൽ ഒരെണ്ണം ഒട്ടിച്ച് വെക്കാം.
പിന്നെ നമുക്ക് അംബ്രല ഉണ്ട് കേട്ടോ. അംബ്രലൊക്കെ ലാസ്റ്റ് ഇയറിൽ വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ സമ്മർ സീസൺ ആയിട്ട് ഞങ്ങൾ അത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രാവശ്യം ഞങ്ങൾ അംബ്രല ഒന്നും മേടിച്ചിട്ടില്ല. 2 അംബ്രല ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ അംബ്രല വാങ്ങിച്ച ടൈമിൽ നമുക്ക് ഇവമോൾക്കും കൂടെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ 2 അംബ്രലാസ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 പേർക്കും ഇത്തവണ അംബ്രലയൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒന്നിങ്ങോട്ട് തിരിച്ച് കാണിക്കടാ. ഇതുപോലെ വാട്ടർ ബോട്ടിലിൽ നമ്മൾ ശിവന്യാന്ന് എഴുതിയിട്ടുള്ളത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോകത്തില്ല കേട്ടോ. ഇതുപോലെ നെയിമൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അംബ്രല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഞാൻ എടുത്തിട്ട് വരെ. അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലും ബാഗിൻ്റെ മുകളിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്ക്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ശിവന്യാണ് പേര് എഴുതിയിട്ടുള്ളത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് എൻ്റെ ബാഗിൽ ഒരു സൈഡിലാണ്. ഞാൻ നിങ്ങൾക്ക് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇവിടെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി അംബ്രലയിലും കൂടെ ഒട്ടിച്ചോളൂ. അംബ്രലയിൽ ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ശിവയുടെ സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മൾ യൂണിഫോം ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിൽ യൂസ് ചെയ്ത ബിനോഫോം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഷർട്ട് മാത്രം നമ്മൾ ഇത്തവണ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് ഷർട്ട് നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്തത് നമുക്ക് ഇന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ വന്നിട്ട് അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഇനി പോകുന്നതിൽ ഞാൻ കാണിക്കാം. അതെല്ലാം ആളെന്തായാലും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും കേട്ടോ. ഇന്ന് നൈറ്റ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കേ. അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ